യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന പകലിൽ തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടോ. വാക്യം ശ്രദ്ധിക്കുക. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. 9-ാം വാക്യം നോക്കുക. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ വിശ്വസിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അറിയുകയൊക്കെ ചെയ്യാൻ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ, പക്ഷെ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ. എന്നാൽ മറിയ മടങ്ങിപ്പോയില്ല. ഇതാണ് അതിൻ്റെ സന്ദേശം. ഇതൊരു ശവക്കോട്ടയാണ്, സെമിത്തേരിയാണ്. സെമിത്തേരിയെക്കുറിച്ചുള്ള ചിന്ത പൊതുവെ ആരോഗ്യകരമല്ല. സെമിത്തേരിയെക്കുറിച്ച് പറയുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പം മനസ്സ് ഡൗൺ ആയിപ്പോവും. കാരണം ആരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് സെമിത്തേരി. ആരും സ്വമനസാല ഇന്നുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ആരെങ്കിലും എടുത്ത് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമ്മളങ്ങോട്ട് പോകത്തുള്ളൂ. നമ്മുടെ ആരെയും പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുമ്പം പിന്നെ ആ കൂട്ടത്തിലൊന്ന് പോകും, അല്ലാതെ ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല, പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പോയേ പറ്റൂ എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. സെമിത്തേരിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു മരണവീട്. ആ വീട്ടിൽ ഒരു 300 ആള് വന്നിട്ടുണ്ട് ഏകദേശം. ഇങ്ങനെ നിൽക്കുന്നു, ഇരിക്കുന്നു, സങ്കടം പറയുന്നു, വീട്ടുകാരെ കാണുന്നു, ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ നടത്തുന്നയാൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്നതിൽ കുറേ പേർ പിരിഞ്ഞു പോകും. കാരണം അവർക്ക് ആ ശുശ്രൂഷയുമായി അത്ര ബന്ധമുള്ളവരായിരിക്കത്തില്ല. വ്യക്തിയോട് ഇഷ്ടമുണ്ട്, പക്ഷെ ശുശ്രൂഷയോട് താല്പര്യമില്ല. അങ്ങനെ പോകുന്നു. അങ്ങനെ 300 പേരിൽ 200 പേര് അവശേഷിക്കുന്നു. ഈ 200 പേര് ശുശ്രൂഷ തീരുന്നത് വരെ അവിടെ ഇരുന്നു. ശുശ്രൂഷ തീർന്നപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, നമ്മളിപ്പോൾ സെമിത്തേരിയിലേക്ക് പോവുകയാണ്, എല്ലാവരും അവിടെ വരണം എന്ന് പറഞ്ഞു. പക്ഷേ ആ 200-ൽ 100 പേര് അവിടെ നിന്ന് പിരിഞ്ഞുപോയി. മറ്റൊന്നും കൊണ്ടുമല്ല, ധൃതി ഉള്ളതുകൊണ്ടാണ്. പല കാര്യങ്ങളുണ്ട്. സെമിത്തേരി കുറെ ദൂരെയാണ്. ഈ 100 പേര് സെമിത്തേരിയിൽ വന്നു എന്നിരിക്കട്ടെ. ശുശ്രൂഷ തുടങ്ങി കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും ഈ 100 50 മാറും. വീണ്ടും ഒടുവിലത്തെ മിനിറ്റ് വരുമ്പോൾ ഈ 50 20 മാറും. ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ഈ 20 3 4 പേരായി അവശേഷിക്കും. ബാക്കിയെല്ലാം പുറത്തേക്ക് പോകും. ആ 3-ൽ 1 2 വ്യക്തികൾ ആ കല്ലറ വിട്ടു പോകാൻ പറ്റാതെ നിൽക്കും. എന്താ കാര്യം?
ആ വ്യക്തിക്ക് എത്രത്തോളം ബന്ധമുള്ളയാളാണ് അവിടെ അടക്കിയത്. ഹൃദയം മുറിഞ്ഞിരിക്കുകയാണ്. നമ്മളെ നന്നായി സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ഹൃദയത്തിലാണ്. അവർ നമ്മളെ വിട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് പുറത്തൊന്നും അറിയത്തില്ല, പക്ഷെ അകത്ത് ഒരു ഭാഗം മുറിഞ്ഞു പോയതുപോലെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ പിരിഞ്ഞു പോകാൻ മേലാതെ നിൽക്കുന്ന ആ ഒരാളെ എല്ലാവരും കൂടി കോരിയെടുത്ത് വണ്ടിയിലിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു. കുറേ ദിവസം കഴിയുമ്പം ആ ദുഃഖമൊക്കെ മറക്കുന്നു. ഇതാ ഇവിടെ നോക്കൂ, ഒരാൾ മാത്രം കല്ലറ വിട്ടു പിരിയാതെ നിൽക്കുന്നു. ആ വ്യക്തിയുടെ പേര് മേരി. എന്താണ് അവൾ മാത്രം പോകാത്തത്? ഇത് തന്നെ കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ കാര്യം, വേറൊരു കാര്യമില്ല. അവൾക്ക് അത്രമാത്രം ബന്ധമുള്ള ഒരാളെയാണ് അവിടെ അടക്കിയിരിക്കുന്നത്. അവൾക്ക് പോകാൻ കഴിയത്തില്ല, അത്രമാത്രം അവൾക്ക് ബന്ധമുണ്ട്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം എവിടെ വരെയുണ്ട്? എത്രത്തോളം ഡീപ്പാണ് നിങ്ങളുടെ സ്നേഹം? കൂടെ വരാൻ ആളില്ലാതെ വന്നാൽ, കൂടെ വന്നവർ പിരിഞ്ഞു പോയാൽ, ആളുകൾ കർത്താവിനെ ഉപേക്ഷിച്ചു പോവുകയോ പിന്മാറ്റത്തിലേക്ക് പോവുകയോ ചെയ്താൽ നിങ്ങളുടെ ഹൃദയം എങ്ങനെ നിൽക്കും എന്ന് ഇന്ന് പകലിൽ ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമോ, ഈ കല്ലറയിലേക്ക് പോകുവാൻ ആളുകളെ ഉത്സാഹിപ്പിച്ചത് ഇവളാണ്. ഇവളാണിതിൻ്റെ എല്ലാം കീ. ആരാണ് ഈ സഹോദരി? ഈ സഹോദരി 7 ഭൂതം ബാധിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയെ പറ്റി തെറ്റായ പല കമന്റുകളുണ്ട്. വള്ളത്തോൾ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വള്ളത്തോളാണെന്ന് എനിക്ക് തോന്നുന്നു, മഗ്ദലന മറിയം. പണ്ട് അത് പ്രീ ഡിഗ്രിക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ആ കവിതയ്ക്കകത്തൊരു ഭയങ്കര തെറ്റുണ്ട്. ആ കവിത, ഒറ്റനാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലായി, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തം. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടു നിർത്തിയ സ്ത്രീയാണ് മഗ്ദലന മറിയം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. പക്ഷെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടു നിർത്തിയ സ്ത്രീ അല്ല മഗ്ദലന മറിയം. മഗ്ദലന മറിയത്തെ കുറിച്ച് എഴുതുന്നിടത്ത് മഗ്ദലന മറിയം എന്ന് എഴുതിയിട്ടുണ്ട്. പേരെഴുതാതിരിക്കുന്നത് എഴുത്തുകാർക്ക് അത്രത്തോളം പേരറിയാത്തവരുടെ കാര്യമാണ്. മഗ്ദലന മറിയം ഭൂതം ബാധിച്ചവളാണ്. ഭൂതം ബാധിച്ചവളെ ആരും കല്ലെറിയത്തില്ല, പിടിച്ചുകൊണ്ട് വരാനും പറ്റത്തില്ല. അപ്പോ തെറ്റായ ഒരുപാട് ധാരണകൾ ഇങ്ങനെ അറിയാത്തവരൊക്കെ പറയുന്നുണ്ട്. വേദപുസ്തകം അറിയാതെ മറ്റ് വിഷയത്തിൽ സ്കോളർ ആയതുകൊണ്ട് വേദപുസ്തകം അറിയണമെന്ന് നിർബന്ധമില്ല. മറ്റ് വിഷയങ്ങളിൽ ഡിഗ്രി ഉള്ളതുകൊണ്ട് ബൈബിൾ അറിയണമെന്ന് നിർബന്ധമില്ല. ബൈബിൾ ദൈവത്തിൻ്റെ കൃപയാൽ പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മഗ്ദലന മറിയത്തെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത് അവൾ ഭൂതബാധിതയായിരുന്നു. മറ്റൊരു അപരാധം അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഭൂതബാധയിൽ നിന്ന് വിടുവിക്കാൻ ലോകത്തിൽ ഒരു മെഡിക്കൽ കോളേജിനും പറ്റത്തില്ല. മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു രോഗം ഇല്ല. സഡേഷന് മരുന്ന് കൊടുത്ത് ഇടാനേ പറ്റത്തുള്ളൂ. ഭൂതം എന്നൊരു സാധനം സ്കാൻ ചെയ്താൽ കാണാൻ പറ്റുകയില്ല, എക്സ്റേയിൽ തെളിയത്തില്ല. മെഡിക്കൽ സയൻസിൽ ഇന്ന് വരെ വെളിപ്പെടാത്തൊരു സാധനമാണ് ഭൂതം. എന്നാൽ ദൈവകൃപയുള്ളവന് അത് പെട്ടെന്ന് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ് അശുദ്ധാത്മ ശക്തികളെ
കുറിച്ചുള്ള അറിവ്. ഇവിടെയാണ് ദൈവസഭയുടെ ശക്തി. കർത്താവായ യേശു ചെന്നിടത്തെല്ലാം അശുദ്ധാത്മാക്കൾ പെട്ടെന്ന് വെളിപ്പെടുന്നുണ്ടോ? മനുഷ്യനിൽ കുടിയിരിക്കുന്ന ദുർഭൂതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ പുറത്തിയാടും. അപ്പൊ ഇവൾക്കൊരിക്കലും വിടുതലില്ല, ഇവൾക്കൊരിക്കലും സൗഖ്യമില്ല, ഒരിക്കലും മോചനമില്ലാതെ ബന്ധനത്തിൽ കിടന്ന അവളെ കർത്താവായ യേശു സൗഖ്യമാക്കി. ആ 7 ഭൂതങ്ങളെയും യേശു പുറത്താക്കി. അവൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഭയങ്കരമാണ്. അവൾക്ക് ലഭിച്ച സമാധാനം അത്യുന്നതമാണ്. അത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള വിടുതലുകൾ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്തതാണ് എന്ന് നാം ഒരിക്കലും മറക്കരുത്. മെഡിക്കൽ സയൻസിന് തരാൻ പറ്റാത്തതാണ് യേശു കർത്താവ് നമുക്ക് തന്നത്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ അവൾ യേശുവിനെ അതുപോലെ സ്നേഹിച്ചിരുന്നു. നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന കരുണയ്ക്കൊത്തവണ്ണം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിനൊത്തവണ്ണം നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളോട് കാണിച്ച കരുണയ്ക്കൊത്തവണ്ണം നാം അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ വീണ്ടും പരിശോധിക്കുക. സ്തോത്രം. യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതെ, ആ ചോദ്യം എഴുതിയിരിക്കുന്നത് 21:15 21:15 ഒന്ന് വായിച്ചേരെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, അതായത് 20:9 സെമിത്തേരി നോക്കിയിട്ട് തിരിച്ചു പോയ ആ പുള്ളിയോടായി ചോദിക്കുന്നത്. 20:9 സെമിത്തേരിയിൽ വന്ന് നോക്കിയിട്ട് ഒരൊറ്റ പോക്ക് വീട്ടിലേക്ക് പോയി. ആ ആളോട് പിന്നീട് ചോദിക്കുകയാണ്, നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ മോനെ എന്ന് കർത്താവിനോട് ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ചാണ് അവൻ യഥാർത്ഥത്തിൽ ഒന്നുകൂടെ കർത്താവിനോട് അടുത്തത്. അപ്പോഴാണ് കർത്താവ് അവനെ മിനിസ്ട്രിയുടെ ഓർഡിനേഷൻ കൊടുത്തത്. നീ എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞ് അവനെ ഓർഡെയിൻ ചെയ്തത് അവിടെ വെച്ചാണ്. കർത്താവ് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കർത്താവിന് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നത്. പ്രിയപ്പെട്ടവരെ, നാം അവനെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം, അളവ് വർദ്ധിച്ചു വരുന്നുണ്ടോ? ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും, ഓരോ അനുഭവങ്ങൾ കഴിയുമ്പോഴും, ഓരോ വചന കേൾവി കഴിയുമ്പോഴും, ഓരോ ആരാധന കഴിയും തോറും കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം സ്നേഹത്തിൽ നിന്ന് വേണമുണ്ടാകാൻ. സ്നേഹത്തിൽ നിന്നല്ലാത്ത എല്ലാ സേവനങ്ങളും ഗുണകരമല്ല. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമുക്ക് കർത്താവിനെ സേവിക്കാൻ ഇന്ന് രാവിലെ വീണ്ടും സമർപ്പിക്കാം. പത്രോസിനോട് യേശു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയിലധികമായി, മോർ ദാൻ ദീസ്, ഇവയിലധികമായി, നിന്റെ തൊഴിലിനേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ ആരോഗ്യത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിന് മറുപടി പറയാനുള്ള ഗഡ്സ് ഇല്ല. 3ാമത്തെ ചോദ്യത്തിൽ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, നിനക്കേ അറിയത്തുള്ളൂ. ആ കീഴടങ്ങലിൻ്റെ മുമ്പിൽ കർത്താവ് അവനോട് കരുണ കാണിച്ചു. നമുക്ക് ഈ സഭായോഗത്തിൽ കുറെ പെർഫോമൻസ്, കുറെ ചടങ്ങുകൾ ഒക്കെ പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് പോവുകയല്ല. ചടങ്ങ് പോലെയാ. കുറെ കഴിയുമ്പോൾ നമ്മൾ എല്ലാം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ അറ്റൻഡ് ചെയ്ത് അംഗങ്ങളായിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അതിനപ്പുറത്ത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ പാട്ട് പാടുന്നത്.
കർത്താവിനോട് സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ സ്തോത്ര കാഴ്ചയിടുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ ബൈബിൾ വായിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ സഹോദരന് കൈ കൊടുക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ വചനം കേൾക്കുന്നത്, വചനം പറയുന്നത്. അതെ, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെ ഇന്ന് രാവിലെ ഒന്നുകൂടെ പരിശോധിക്കാം. സ്തോത്രം. മേരി അന്ന് രാവിലെ കുറെ സഹോദരിമാരെ സംഘടിപ്പിച്ച് സെമിത്തേരിയിലേക്ക് പോയി. 20:1 അത് എഴുതിയിരിക്കുന്നു. വായിക്കാം. 20:1. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസ്. മതി. മറ്റു സുവിശേഷങ്ങളിൽ ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മർക്കോസ് 16 അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടി എടുത്തു വെച്ച് പഠിച്ചാൽ ഈ സഹോദരി മറ്റു ചിലരെയും കൂടെ കൂട്ടി വെളുപ്പിനെ ഇരുട്ടുള്ളപ്പോൾ തന്നെ സെമിത്തേരിയിലേക്ക് പോയി. സെമിത്തേരിയിൽ പകല് പോകാൻ ആളുകൾ മടിക്കുമ്പോൾ ഇവൾ രാത്രിയിൽ പോകാൻ തയ്യാറായി. സ്ത്രീകൾ പൊതുവെ ധൈര്യമുള്ളവരല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ ധൈര്യം കാണിച്ചു. അതിൻ്റെ ഉത്തരം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അതാണ് ഇതിൻ്റെ കാരണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സ്നേഹം ഒരു വികാരമാണ്, ഭയം ഒരു വികാരമാണ്. ഏതിനാണ് ശക്തി കൂടുതലെന്ന് ചോദിച്ചാൽ സ്നേഹത്തിനാണ് ശക്തി കൂടുതൽ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഒരു തീക്കകത്ത് നിങ്ങളുടെ കുഞ്ഞ് വീണാൽ നിങ്ങൾ തീയെ ഭയപ്പെടുകയില്ല. നിങ്ങൾ തീക്കകത്ത് എടുത്തു ചാടി കുഞ്ഞിനെ എടുക്കും. ഒരു മൂർഖൻ പാമ്പ് നിങ്ങളുടെ കുഞ്ഞിന് നേരെ നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ പാമ്പിനെ ഭയപ്പെടുകയില്ല. നിങ്ങൾ എന്തു വിലയും കൊടുത്ത കുഞ്ഞിനെ അവിടുന്ന് മാറ്റും. സ്നേഹത്തിന് ഭയത്തേക്കാൾ ശക്തിയുണ്ട്. ഈ സ്ത്രീ രാവിലെ സെമിത്തേരിയിൽ പോകാൻ തയ്യാറായി. ഈ സെമിത്തേരിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് ഗവൺമെന്റ് കാവലിലുള്ളതാണ്. പട്ടാളം ഇതിന് കാവൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഗുരുതരമായൊരു കേസാണിത്. പക്ഷെ അവൾ തയ്യാറായി. ഇതെല്ലാം കഥ പോലെയാണെങ്കിൽ നമുക്കത് തള്ളിക്കളയാം. പക്ഷെ നടന്നൊരു സംഭവമാണ്. ഒരു സ്ത്രീ 2-3 സ്ത്രീകളെയും കൂട്ടി വെളുപ്പിനെ നേരം വെളുക്കുന്നതിന് മുമ്പ് പോലീസ് കാവലുള്ള ഈ സെമിത്തേരിയിലേക്ക് പോകുവാൻ ധൈര്യം കാണിച്ചതിൻ്റെ പിന്നിലത്തെ രഹസ്യം സ്നേഹമാണ്. കർത്താവിനോടുള്ള സ്നേഹമാണ്. നമുക്ക് ഈ വിശ്വാസത്തിൽ വന്നിട്ട് എന്തെങ്കിലും പ്രതികൂലങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഉള്ളവർ കാണും, ഇല്ലാത്തവരും കാണും. പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തിലേക്ക് നാം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രയാസവും ഒരു പ്രയാസമായിട്ട് തോന്നുകയില്ല. ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. കർത്താവിനോടുള്ള സ്നേഹമാണ് അവളെ സെമിത്തേരിയിലേക്ക് പോകുവാൻ ധൈര്യപ്പെടുത്തിയത്. അത് നടന്ന സംഭവമാണോ? അതെ. പുരുഷന്മാരാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇവൾ ധൈര്യം കാണിച്ചു. മറ്റ് സ്ത്രീകൾ ഭയപ്പെട്ടപ്പോൾ ഇവൾ അവരോട് പറഞ്ഞു കാണും, സെമിത്തേരിയിൽ എന്താ പ്രശ്നം? എന്നാ സെമിത്തേരിയിൽ എന്നാ പ്രശ്നം? സെമിത്തേരിയിലെ വാസ്തവത്തിൽ ഒന്നും പേടിക്കാനില്ലാത്ത. കാരണം ആർക്കും ജീവനില്ലല്ലോ അവിടെ. അപ്പൊ യാതൊരു ഉപദ്രവവും അവിടെ ഉണ്ടാകത്തില്ല. ഉപദ്രവം മുഴുവൻ മറ്റു സ്ഥലങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അവിടെയാ പേടി മുഴുവനും. അപ്പൊ മേരി ഇങ്ങനെ ചോദിച്ചു കാണും, എന്തിനാ നിങ്ങൾ അവിടെ ഭയപ്പെടുന്നത്? അല്ല, ഈ ഭൂതം. കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ഭൂതമല്ലേ ഉള്ളൂ. ഞാൻ ദീർഘവർഷം ഭൂതത്തിന്റെ കൂടെയായിരുന്നു. അപ്പൊ ഭൂതത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രശ്നം വന്നാൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. കാരണം ദീർഘവർഷ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ആ വിഷയത്തിൽ. വേറെ എവിടെന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ പേടിക്കാനുള്ളൂ. വേറൊരു പ്രശ്നവും ഇല്ല സെമിത്തേരിയിൽ. വേറൊരു പ്രശ്നം സെമിത്തേരിയില്ല. രാഷ്ട്രീയക്കാരില്ല, ചുമട്ടുതൊഴിലാളികളില്ല, ഒരു പ്രശ്നമില്ല. നോ പ്രോബ്ലം. ആകെയുള്ള പ്രോബ്ലം ഭൂതമേ ഉള്ളൂ. ഭൂതത്തിന്റെ കൂടെ ദീർഘവർഷം താമസിച്ച സ്ത്രീയാണ് ഈ ടീമിന്റെ ലീഡർ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് തരുന്ന എക്സ്പീരിയൻസ് നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. സ്തോത്രം. നിങ്ങൾ ജനിച്ച സ്ഥലം, നിങ്ങൾ ജീവിച്ച സ്ഥലം, പഠിച്ച സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലം, ഇതൊന്നും വെറുതെ വന്നതല്ല. അതൊക്കെ നിങ്ങളെ കൊണ്ട് ദൈവം ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, അതിന് വേണ്ടിയിട്ട് ഒരുക്കിയതാണ്. അല്ലാതെ അതൊന്നും ബൈ ചാൻസ് വന്നൊന്നുമല്ല. മോശയെ ഈജിപ്റ്റ് വിട്ട് പഠിപ്പിച്ചതും അതിലെ വിട്ടതും ഇതിലെ വിട്ടതും എല്ലാം ഭാവിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു.
അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പശ്ചാത്തലങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പീരീഡ് ആയിരുന്നു എന്ന് മറക്കരുത്. നിങ്ങൾ എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നോ അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവരോട് നിങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ വേഗത്തിൽ സാധിക്കും. അങ്ങനെയുള്ളവരെ നേടാൻ നിങ്ങളെ കൊണ്ട് കഴിയും. മേരി അതിനെ മുൻകൈ എടുത്തു. അവൾ അവരെയും കൂട്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു, ആരെയും കാണുന്നില്ല. അവൾ തിരിച്ചോടി. കാരണം ഒരു തീരുമാനം എടുക്കാൻ അവൾക്ക് കഴിവില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ വിവരം അറിയിക്കാമെന്ന് വെച്ചു. അപ്പോസ്തലന്മാരെ വിവരം അറിയിച്ചപ്പോൾ അവരെന്നാ പിന്നെ ഓക്കെ നോക്കാമെന്നും പറഞ്ഞ് പത്രോസും യോഹന്നാനും കൂടെ വന്ന് അകത്ത് കയറി നോക്കി. ആ കൂടെ ഇവരും കയറി നോക്കി. അകത്ത് കയറിയെല്ലാം നോക്കിയപ്പോൾ 2 തുണി മാത്രം കണ്ടു, വേറൊന്നുമില്ല. 2 കഷ്ണം തുണി. അവിടെ ഒന്നുമില്ലെന്ന് അവർ നന്നായിട്ട് പരിശോധിച്ചു. വാക്യം 3, 4, 5, 6 വായിച്ചു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കിടന്ന് ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവായ യേശു മരിച്ച് അടക്കി ആ സ്ഥലം പരിശോധിച്ചു. 2-3 പേരകത്ത് കയറി. അവൻ താമസിച്ച മുറി എന്ന് പറയാനൊരു മുറിയില്ല. ഈ കഴിഞ്ഞിടെ കേരളത്തിലൊരു ദൈവം മരിച്ചുപോയി. കേരളത്തിലല്ല, ഇന്ത്യയിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മുറി പരിശോധിച്ചപ്പം എത്ര 300 കോടിയോ ഏതാണ്ട് കിട്ടി. അപ്പോഴാണ് ഓരോരോ ഭക്തന്മാരുടെ കള്ളത്തരം പൊളിയുന്നത്. യേശു കർത്താവിനെ സേവിക്കുന്നത് എന്തൊരു അഭിമാനമാണ്. യേശു കർത്താവിൻ്റെ മുറി ഒന്ന് പരിശോധിക്കേ, ഒന്നുമില്ല. സ്തോത്രം. 5 അപ്പം 5 ലക്ഷം കഷണമാക്കി മാറ്റാൻ യേശുവിന് 5 മിനിറ്റ് വേണ്ട. കാശുണ്ടാക്കാനായിരുന്നെങ്കിൽ എത്ര ഉണ്ടാക്കാമായിരുന്നു? കർത്താവിൻ്റെ ജീവിതം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. കർത്താവിനെ പിൻപറ്റുന്നത് അഭിമാനമാണ്. കർത്താവിനെ പ്രസംഗിക്കുന്ന അഭിമാനമാണ്. കർത്താവ് ഒരു കൊള്ളത്തലവനല്ലായിരുന്നു. ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ വന്ന ആളല്ലായിരുന്നു. സുതാര്യമായിരുന്നു. പകല് പോലെ വെളിച്ചമായിരുന്നു. അവൻ്റെ കല്ലറയിൽ അവർ കയറി നോക്കി. 2 കഷ്ണം തുണി മാത്രമേ കണ്ടുള്ളൂ, ഒന്നും കണ്ടില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. ശിഷ്യന്മാരിറങ്ങിയിട്ട് അവരൊരു തീരുമാനം എടുത്ത് പോയേക്കാം. അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവരുടെ സ്നേഹത്തിൻ്റെ ലെവല് ഇത്രയില്ല. ഈ സഹോദരിക്കുള്ള അത്രയും ഇല്ല. ഇതുപോലെയാണ് സഭ. എല്ലാവരും ഒരുപോലെയുള്ള ബന്ധത്തിലല്ല ഇരിക്കുന്നത്. പലർക്കും പല ലെവലാണ്. അവരങ്ങ് പോയി. അവർക്ക് അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പോയി? അതൊന്നും ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ പോയി. അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ആഴത്തിൽ അത് പിടിച്ചിട്ടില്ല. എന്നാൽ ഇവൾ പോകുന്നില്ല. ഇവളങ്ങ് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞേ പോകൂ. കുറച്ചുകൂടെ തുറന്നു പറഞ്ഞാൽ യേശുവിനെ കണ്ടിട്ടല്ലാതെ പോകയില്ല എന്നുള്ള ഭയങ്കര സമർപ്പണം ഈ സഹോദരിക്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തെ ഒരു ലെവലും കൂടെ കൂട്ടുവാൻ ഈ കൂട്ടായ്മകൾ മൂലം ഇടയാകട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തെ നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് വിലയിരുത്താനായിട്ട് ഞാൻ ചില വചനങ്ങൾ നിങ്ങളെ കാണിക്കാം. കൂടെ നിൽക്കുന്നവർ പിരിഞ്ഞു പോയാലോ, സാഹചര്യം പ്രതികൂലമായാലോ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നാലോ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം കുറയുമോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരാം. ചിലപ്പോൾ ചോദിച്ചത് കിട്ടാതെ വരും, ചോദിക്കാത്തത് കിട്ടും. പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നെന്നിരിക്കും. എല്ലാം എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ആരോഗ്യമുള്ള ദിവസങ്ങൾ കിട്ടും,
ആരോഗ്യമില്ലാത്ത ദിവസങ്ങളും ഉണ്ടാകാം. പക്ഷെ കർത്താവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ നിൽക്കുന്നു? നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരാളെ എടുക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം, ഒടുവിലത്തെ അധ്യായം, 17-ാമത്തെ വാക്യം. അത്തിവൃക്ഷം തളുക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇത് ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങളുടെ കൂട്ടായ്മ വരാതിരിക്കുകയല്ലേ നല്ലത്? കാരണം ഇവിടെ വന്നാൽ എന്ത് സംഭവിക്കും? ഇന്നലെ വരെ തളർത്തോണ്ടിരുന്ന അത്തിവൃക്ഷം പിന്നെ തളർക്കാതെയാവും. മുന്തിരിവള്ളി ഉള്ള കായും കൂടെ ഇല്ലാതെയാവും. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാവും. നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടും കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോവും, കന്നുകാലിയും തീരും, ജോലിയും പോവും, എല്ലാം ഇടപാടും തീർന്ന് വീട്ടിൽ പോവും. എന്നാ പിന്നെ ഇതിനകത്ത് വരണോ? സ്വതന്ത്രം. ഞങ്ങൾ വന്നത് അങ്ങനെയല്ല. ഞങ്ങൾ വന്നത് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇപ്പോൾ ഉള്ള ജോലിയേക്കാൾ നല്ല ജോലി കിട്ടും, രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ വീട് കിട്ടും, മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കാറും വലുതാവും, അത് കഴിയുമ്പോൾ എല്ലാം വലുത് 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 എന്നാണ് ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചത്. അത് ഞാനും അങ്ങനെ വിചാരിച്ചത്. സ്തോത്രം. അപ്പൊ ഭൗതികമായി കർത്താവ് അനുഗ്രഹിക്കുകയല്ലേ? അനുഗ്രഹിക്കും. പിന്നെ ഇതന്നെ എങ്ങനെ പറയുന്നേ? ഇത് അതിനേക്കാൾ വലിയൊരു കാര്യമായി പറയുന്നത്. ദൈവം അനുഗ്രഹിക്കുകയില്ലെന്നൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ കാര്യമായി പറയുന്നത്, ചെറിയ കാര്യമല്ല. ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം ഈ അത്തിവൃക്ഷവുമായിട്ട് ബന്ധിപ്പിച്ചല്ല ഇരിക്കുന്നത്, മുന്തിരിവള്ളിയായിട്ട് കണക്ട് ചെയ്തല്ല അത് ഇരിക്കുന്നത്, കന്നുകാലിയായിട്ട് കണക്ട് ചെയ്തല്ല ഇരിക്കുന്നത്, ഉദ്യോഗമായിട്ട് കണക്ട് ചെയ്തല്ല ഇതിനെ ഞാൻ കൂട്ടുന്നത്, വീടുമായിട്ടോ ആരോഗ്യമായിട്ടോ ഒന്നും ഇതിന് ബന്ധമില്ല. അതായത് ജോലി പോയാൽ ഭാര്യ ഉപേക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ശമ്പളം കുറഞ്ഞാൽ മക്കളെ വേണ്ടെന്ന് വെക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ ബന്ധങ്ങളൊന്നും കാലാവസ്ഥ അനുസരിച്ച് മാറുന്നില്ല. മഴക്കാലത്തും അതേ ഹസ്ബൻഡ് തന്നെയാ, വേനൽക്കാലത്തും അത് തന്നെയാ, കഷ്ടകാലത്തും നല്ല കാലത്തും അപ്പൻ ഒരാൾ തന്നെയാ, അമ്മ ഒരാൾ തന്നെയാ. ഹബക്കൂക്ക് എന്തോ പറയുന്നേ? ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം ഭൗതികതയിൽ അധിഷ്ഠിതമല്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് മനസ്സിലായോ? അങ്ങനെ സമർപ്പിക്കാവോ? അതിനായിട്ട് ജീവിതത്തെ ഏൽപ്പിക്കാവോ? യോ അങ്ങനെയൊക്കെ ഏൽപ്പിച്ചാൽ അങ്ങനെ എങ്ങനെ വന്നെങ്കിലോ? സഹോദരൻ, ശരി, എന്നാ ഇത് സമർപ്പിക്കണ്ട, സമർപ്പിക്കാതിരുന്നിട്ട് വന്നാലോ? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്തും വരാം, ആർക്കും തടയാനൊന്നും പറ്റുകയില്ല. അതിനേക്കാൾ നല്ലത് എന്തു വന്നാലും ഞാൻ കർത്താവിനെ സേവിക്കുമെന്ന തീരുമാനമല്ലേ നല്ലത്? സ്തോത്രം. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഭൗതികത്തിൽ അധിഷ്ഠിതമല്ല. വളരെ ഡീപ്പായിട്ട് ഈ കാര്യം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാമോ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാര്യം ഒന്ന് കയറ്റിവിട്ടിട്ട് അങ്ങനെ അതൊന്ന് ആഴ്ത്തി എഴുതാമോ നോക്കിക്കേ. ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം ഭൗതികതയിൽ അധിഷ്ഠിതമല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ സന്തോഷത്തെ കെടുത്തുവാൻ ഭൗതിക കാര്യങ്ങൾക്ക് കഴിയുകയില്ല. സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഇതിനോട് ചേർക്കാൻ പറ്റും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മറ്റുള്ളവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നു. ശരിയാണോ? ഭൗതികത വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം കർത്താവ് ഹൃദയത്തിൽ തന്നോ? അങ്ങനെ തന്നെങ്കിൽ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഭൗതികത കുറഞ്ഞാൽ ആ സന്തോഷം കുറയുവോ? ഭൗതികത കൂടിയാൽ ഈ സന്തോഷം കൂടുവോ?
ഇല്ല. പ്രൈസ് ദി ലോർഡ്. സകല ഭൗതിക സാമ്രാജ്യങ്ങളെയും കടത്തിവെട്ടുന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഒരു മനുഷ്യന്റെ അകത്ത് വന്നാൽ അവനെ പിന്നെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല, അവനെ പിന്നെ തളർത്താൻ പറ്റുകയില്ല. അവന് ഉരുക്ക് മനുഷ്യനായി മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും സ്റ്റേബിൾ അല്ല, ഒരു ജോലിയും സ്ഥിരമല്ല, ഒന്നും സ്ഥിരമല്ല. ഞാൻ യഹോവയിൽ ആനന്ദിക്കും, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഓ ജീസസ്. അത് നമ്മുടെ ആഴത്തിലുള്ളൊരു സമർപ്പണമായി ഇന്ന് രാവിലെ മാറട്ടെ. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതകളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. ഏത് പ്രതിസന്ധികളിലും ഓടിപ്പോകുവാനുള്ള ബലമുള്ള കാലുകളാണ് പേടമാന്റെ കാല്. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. പ്രതികൂലങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നവനല്ല ക്രിസ്ത്യാനി, പ്രതികൂലങ്ങളുടെ മുമ്പിൽ പേടമാൻ പോലെ ഓടുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തീയ ബലം എന്ന് പറയുന്നത് ഭൗതികത്തിൽ അധിഷ്ഠിതമല്ല. ക്രിസ്തീയ ധൈര്യം, ക്രിസ്തീയ സന്തോഷം, ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഭൗതികത്തിൽ അധിഷ്ഠിതമല്ല. പ്രിയപ്പെട്ടവരെ, ആദ്യകാല വിശുദ്ധന്മാരെല്ലാം രക്തസാക്ഷികളാകുകയായിരുന്നു. അവരെ ഒന്നും ശവമടക്കിയതായിട്ട് പോലും വലിയ തെളിവൊന്നുമില്ല. എന്നിട്ടും ഈ മാർഗത്തിൽ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഈ മാർഗം എന്താ നിന്നുപോകാഞ്ഞത്? ഇത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മാർഗത്തിൽ ആൾക്കാർ വന്നത്. അല്ലെങ്കിൽ ഈ തല്ലുകൊള്ളുന്ന മാർഗം തിരിച്ച് തല്ലാൻ പറ്റാത്ത മാർഗം. പ്രൈസ് ദി ലോർഡ്. പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരൻ, ഇച്ചിരി സൗകര്യമൊക്കെ ഉള്ള ആളാ. പുള്ളി സുവിശേഷ വേലയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പുള്ളിയുടെ വണ്ടി, ജീപ്പും കാറുകളെല്ലാം എടുത്ത് 2-3 പേരെയും കൂട്ടി ഒരു സ്ഥലത്ത് പരസ്യം നടത്താൻ പോയി. അവിടെയുള്ള കള്ളുടിയന്മാർ വന്ന് പരസ്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് തള്ളി മാറ്റി. ഈ പുള്ളിക്കാരൻ ജീപ്പിന്റെ ഈ ഇതൊക്കെ നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അതിനകത്തുണ്ട്, ഒരു ലിവറുണ്ട്. ആ ലിവർ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ കള്ളുടിയനൊക്കെ പോയി. യോഗ കഴിഞ്ഞ് എന്നോട് ഈ കഥ പറഞ്ഞു. ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്തു, തല്ലിയൊന്നുമില്ല. എന്നാൽ ഞാൻ എടുത്തോണ്ട് വന്നപ്പോൾ പോയി. അതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനേക്കാൾ നല്ലത് പരസ്യം വേണ്ടെന്ന് വെച്ചാൽ പോരെ. പരസ്യോഗം വേണ്ടെന്ന് വെച്ചാൽ മതി. സുവിശേഷ വേല ഇരുമ്പായുധ ഉപയോഗിച്ച് ചെയ്യണ്ട. അല്ല പിന്നെ അവരെന്തിനാ അങ്ങനെ വന്നത്? അവിടെ ദൈവം പ്രവർത്തിച്ചാലേ നടക്കത്തുള്ളൂ. ക്രിസ്തീയ സ്വഭാവം വെളിപ്പെടുത്താൻ മേലെങ്കിൽ സുവിശേഷം പറയാൻ പോകണ്ട, പഴയ പണിക്ക് വെക്കൂ. സ്തോത്രം. പുള്ളിക്കതാ ഉൾക്കൊള്ളാനായിട്ട് 2-3 കൊല്ലം കൂടി എടുക്കേണ്ടി വന്നു. അതെ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. തിരിച്ചു തല്ലാൻ പഠിപ്പിക്കാത്തൊരു മാർഗം, പ്രതികരിക്കാൻ പഠിപ്പിക്കാത്തൊരു മാർഗം കർത്താവായ യേശുവിന്റെ മാർഗം. എന്നിട്ടെന്താ ആളുകൾ ഇതിനകത്ത് കൂടിക്കൂടി വരുന്നത്? ആളുകൾ പിന്നെയും ഇതിനകത്തോട്ട് ക്യൂ ആയിട്ട് വന്ന് നിൽക്കുന്നത് എന്താ? ഇത് മാത്രമേ നിലനിൽക്കുന്ന മാർഗമുള്ളൂ. ഇത് മാത്രമേ നിലനിൽക്കുന്ന മാർഗമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വെട്ടുകയും കുത്തുകയും പിടിച്ചുപറിക്കുകയും ചെയ്ത മുഴുവൻ സാമ്രാജ്യങ്ങളും എവിടെ? തകർന്നു പോയില്ലേ? അടിക്കുന്നവന് മുതുക് കാണിച്ചു കൊടുത്ത്, തുപ്പുന്നവന് മുഖം കാണിച്ചു കൊടുത്ത യേശുവിന്റെ മാർഗമേ ലോകം മുഴുവൻ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ സന്തോഷത്തിന്റെ രഹസ്യം ഭൗതികതയല്ല. എന്റെ സന്തോഷത്തിന്റെ രഹസ്യം സാമ്പത്തികമല്ല. എന്റെ സന്തോഷത്തിന്റെ രഹസ്യം ആൾക്കൂട്ടവുമല്ല. എന്റെ സന്തോഷത്തിന്റെ രഹസ്യം യേശു ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. പുതിയ നിയമത്തിൽ നിന്ന് ഒരാളെ നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ നിന്ന് റോമാലേഖനം 8-ാം അധ്യായം
33 വാക്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? 35 വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? വായിച്ചോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. പീഡന കാലഘട്ടത്തിൽ എഴുതിയതാണ് ആ വാക്കുകൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്ത വചനം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? കഷ്ടത, സങ്കടം, ഉപദ്രവം, നഗ്നത, പട്ടിണി, ആപത്ത്, വാള്. 5 കൊല്ലം മുമ്പ് ഒരു ഞായറാഴ്ച സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. 2-3 ചെറുപ്പക്കാര് മനുഷ്യരിറങ്ങി വന്ന് ചർച്ചിൻ്റെ മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ പലരും നോക്കി എന്താന്ന്. അവരെന്തൊക്കെയോ ഉറക്കെ പറയാൻ തുടങ്ങി. നമ്മുടെ സഹോദരന്മാർ ഇറങ്ങി ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഇതിനകത്തിരിപ്പുണ്ട്, ഇറക്കി വിടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി പിടിച്ചോണ്ട് പോകുവാനും വന്നാണ്. പ്രായമുള്ള സഹോദരിമാര് ആ സഹോദരിയോട് പറഞ്ഞു ഇറങ്ങിപ്പോക്കോണം. അവര് വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്ന് വിളിക്കുന്നു, പോകാൻ പറഞ്ഞു. അന്ന് വളരെ കണ്ണുനീരോടും ഭയത്തോടും കൂടിയാണ് ആ ചർച്ച് അവസാനിച്ചത്. കാരണം അത്ര ഒരു വിഷമം പിടിച്ച ഒരു സമയമായിരുന്നു. വളരെ കോപം ആ വന്നവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ സ്ത്രീയെ അവർ ഉപദ്രവിക്കുമോ, ക്രൂരമായി പീഡിപ്പിക്കുമോ എന്നോർത്ത് ഞങ്ങളെല്ലാവരും വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തൊരു മാർഗം അല്ലേ? ഞങ്ങൾക്ക് പിന്നീട് ആ സ്ത്രീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോൺ വിളിക്കാൻ അവരുടെ ഫോൺ മേടിച്ചു കളഞ്ഞു. ആ സ്ത്രീ ദീർഘവർഷം സൗദി അറേബ്യയിൽ നേഴ്സായിരുന്നു. അവര് ഒരർത്ഥത്തിൽ അവരുടെ അധ്വാന ഫലമാണ് ആ വീട്. അവരധ്വാനിച്ചതാണ് ആ കാണുന്നതെല്ലാം. പക്ഷെ അവർക്കൊരു ഫോൺ പോലും ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാതെയായി. അവർ വിശ്വാസത്തിൽ വന്നു എന്നറിഞ്ഞത് കൊണ്ടാണ് സൗദിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്യിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവന്നത്. അവിടെ നിന്ന് അവരെങ്ങനെയോ ഒക്കെ ഒരു രഹസ്യത്തിൽ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പക്ഷെ പീഡിപ്പിച്ചോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ എന്ത് സംഭവിച്ചെന്ന്. എല്ലാവരും വേദനയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദീർഘനാളുകൾ പിന്നീട് അവരെ കണ്ടിട്ടില്ല. മരിച്ചുപോയെന്ന് പോലും സംശയം തോന്നിപ്പോയി. വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒരു കോമൺ ഫാസ്റ്റിംഗ് പ്രെയർ ഞങ്ങൾ ഒരു പൊതുസ്ഥലത്ത് ടെൻറ്റിട്ട് ഒരാഴ്ചത്തെ ധ്യാനയോഗം സംഘടിപ്പിച്ചു. ദേശത്തുള്ള ഒരുപാട് മനുഷ്യർ കൂടിയ കൂട്ടത്തിൽ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ ആ 10,500 പേരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ മുഖം പോലെ ഒരാളെ പുറകിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സഹോദരിമാരോട് ചോദിച്ചതൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരിയാണ്. അപ്പോൾ എന്ത് പറ്റി, എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് അന്വേഷിച്ചപ്പോൾ 3 കൊല്ലം പീഡിപ്പിച്ചിട്ടും ഈ സഹോദരിക്ക് ഒരു മാറ്റവും വരാത്ത കാരണം ഇത്രയും ദൂരെയൊന്നും പോകണ്ട, അടുത്ത എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അവർക്ക് ദൂരെ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, അടുത്ത് പോയാൽ ഉപദ്രവിക്കുമെന്ന് ഓർത്താ ദൂരെ വന്നത്. അങ്ങനെ ഒരു പെർമിഷൻ ഇപ്പം കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ അത്രയും വില കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന എത്ര പേര് ഇന്ന് പിടിയിട്ടിപ്പുണ്ട്? കൈപൊക്കണ്ട.
കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ. ഉടുത്തിരുന്ന നൈറ്റി ഒഴിച്ച് ബാക്കി സകല ഡ്രസ്സും അവർ മാറ്റിക്കളഞ്ഞു. പ്രയറിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു സ്ത്രീ, അവര് തളർന്നുപോയി. ഒരു ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അരയ്ക്ക് കീഴോട്ട് തളർന്നുപോയി. യാക്കോബാക്കാരിയായ ഒരു സ്ത്രീയാണ്. അവർ എന്തു ചെയ്യാനാ, ജീവിതം പോയി. ആ കുടുംബത്തിൻ്റെ ആകെ രക്ഷാമാർഗമായിരുന്നു ഈ കുട്ടി. ഒരു ജോലിയിലേക്ക് കയറാറായപ്പോഴാണ് ഈ അസുഖം വന്നത്. അമ്മ കഠിനാധ്വാനം ചെയ്ത് ഇവളെ കിടക്കയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ടെലിവിഷനിലുള്ള ഞങ്ങളുടെ പ്രോഗ്രാം ഈ കുട്ടി കാണാൻ തുടങ്ങി. അതിനു മുമ്പ് കണ്ടിരുന്നില്ല. ഇത് മണിക്കൂറുകൾ വെറുതെ ഇരിക്കുകയായതുകൊണ്ട് ചാനൽ മാറ്റി വന്നപ്പോൾ കണ്ടു. അങ്ങനെ പ്രോഗ്രാം കാണാനും ബൈബിൾ പഠിക്കാനും കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആരംഭിച്ചു. കേട്ട് ഒരു ദിവസം, ഒരു വർഷം കേട്ടേച്ച് വിളിച്ചു, പാസ്റ്റർ ഞാൻ വീൽ ചെയറിൽ ചർച്ചിൽ വന്നാൽ ചർച്ചിലോട്ടൊന്ന് കയറ്റാൻ ആരെങ്കിലും സഹായിക്കുമോ? ഞങ്ങൾ പറഞ്ഞു നിശ്ചയമായിട്ട് സഹായിക്കാം. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി. ഇപ്പോൾ ആ സഹോദരി വീൽ ചെയറിൽ എല്ലാ ആഴ്ചയും സഹായത്തിന് വരുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം വന്നു. ഞാൻ നോക്കിയപ്പോൾ ആ ചർച്ചിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ കുട്ടിയാണ്. ഏറ്റവും സന്തോഷമുള്ള മുഖം, ഏറ്റവും നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നത് അവരാ. കാരണം നമുക്ക് നാളെ ആണെങ്കിലും കൈകൊട്ടാവല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതിന് ഇന്നേ ഒക്കുള്ളെന്നുള്ളൊരു ചിന്ത കാരണം അത് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുക. ചർച്ചിൽ വീഡിയോ എടുത്ത് നോക്കണം. ഏറ്റവും ഹാപ്പി ആ കുട്ടിയാ. വീൽ ചെയറിൻ്റെ എടുക്കരുത്, മോളിൽ നിന്ന് എടുത്താൽ പറയും ഇതെന്തോ അന്യായ സൗകര്യത്തിൽ ജീവിക്കുന്ന കൊച്ചാന്ന് തോന്നും. ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവളാണ്. അപ്പൊ ഈ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എന്താന്ന് അവിടെയാണ് അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, കർത്താവിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ ഒന്നുകൂടെ തൂക്കി നോക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകലിൽ ബുദ്ധി പറയുന്നു. നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരാതിരിക്കട്ടെ, അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ വരുന്ന കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ ദൈവസഭ കടന്നു പോകേണ്ടി വരുമെന്ന് പറയാനൊക്കത്തില്ല. കർത്താവിനോടുള്ള സ്നേഹത്തെ നമുക്ക് ഒന്നുകൂടെ മുറുകെ പിടിക്കാം. അതിനെ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. എൻ്റെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് ഭൗതികതയിൽ അടിസ്ഥാനപ്പെട്ടതല്ല. നാം വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം സഭായോഗമാണ്. നമുക്ക് വളരെ ലൈറ്റായിട്ട് വചനം ധ്യാനിക്കാനുള്ള അവസരമാണ്. ഞാനതിൻ്റെ ഒടുവിലേക്ക് വരുന്നു. തിരിച്ചു വരാം. യോഹന്നാൻ 20:11. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എല്ലാവരും പോയിട്ടും പോകാൻ പറ്റാത്ത ഒരു ബന്ധം അവൾക്ക് യേശുവിനോടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മോട് ചോദിക്കാം, എനിക്ക് യേശുവിനോടുള്ള ബന്ധം എത്രത്തോളം ഡീപ്പാണ്? ആരുമില്ലെങ്കിലും ഞാൻ പോകത്തില്ല. എനിക്ക് കർത്താവിനോട് അത്രത്തോളം ബന്ധം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരനുഭവം നമ്മളിൽ വളർന്നു വരട്ടെ. നമ്മെ ആരെങ്കിലുമൊക്കെ വിളിക്കാനും എൻകറേജ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. പക്ഷെ ആരുമില്ലെങ്കിലും യേശുവിനോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ലെവലിലേക്ക് നമുക്ക് വളരാൻ പ്രിയരെ. അവൾ പോയില്ല, അവൾ നിന്നു. അടുത്ത വാചകം നോക്കി. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. എന്തിനാ നോക്കിയത്? ഒരു അരമണിക്കൂർ മുമ്പ് പത്രോസ് നോക്കി, യോഹന്നാൻ നോക്കി, ഈ സഹോദരിമാരെല്ലാരും കയറി നോക്കി. അവിടെ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതാ, കാലിയാന്ന് ഉറപ്പ് വരുത്തിയതാ. പിന്നെ എന്തിനാ നോക്കുന്നേ? എന്തിനാ നോക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാന്ന് അറിയത്തൊന്നുമില്ല. അങ്ങ് നോക്കുക, വെച്ച സ്ഥലമാണല്ലോ. അതുകൊണ്ട് പിന്നെയും നോക്കുക, കരയുക, പിന്നെ നോക്കുക, കരയുക. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ആ സ്ഥലത്ത് ഇപ്പൊ നോക്കിയപ്പോ തേണ്ട 2 പേരിയ്ക്കുന്നു. നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ടായി. എന്താ അതിനകത്തൊരു ദൂത്? പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നിടത്തും പിന്നെയും പ്രതീക്ഷയ്ക്ക് വക തരാൻ ദൈവത്തിന് കഴിയും.
സാധ്യതയില്ലെന്ന് പറഞ്ഞ് തള്ളിയിടത്ത് പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഈ കല്ലറയിൽ ആരും ഇല്ലെന്ന് കണ്ടതാ. ഒരു കാരണവശാലും ഇനി അവിടെ ഒരു തെളിവ് വേണ്ട, അത്ര ക്ലിയർ ആയിട്ട് നോക്കിയതാ. പക്ഷെ അവൾ കരഞ്ഞോണ്ട് നോക്കിയപ്പോ ഇന്നലെ വരെ കാണാത്തത് ഇപ്പൊ കണ്ടു. ഒരു സന്ദേശം അതിനകത്തുണ്ട്, എത്ര പ്രാവശ്യം നോ എന്ന റിസൾട്ട് വന്നാലും പ്രതീക്ഷ വിടാതെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിന് അവിടെയും ചിലത് പ്രവർത്തിക്കാൻ കഴിയും. നടക്കത്തില്ല, സാധ്യതയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞാലും പ്രാർത്ഥിച്ചാൽ മതി, അതിനകത്ത് പിന്നെയും ഒരു പ്രതീക്ഷ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ ദൈവത്തിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. ആർക്ക് വേണ്ടി? പ്രതീക്ഷ വിടാതെ നോക്കുന്നവർക്ക് വേണ്ടി വഴികൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങൾ അനുഭവത്തിൽ അത് കാണും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്ക്. ഇന്നലെ വരെയും നോ എന്നെഴുതിയിടത്ത് കർത്താവ് ചിലപ്പോൾ ഒരു യേസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞിടത്ത് ഒരു സാധ്യത കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇങ്ങനെ നിന്നതുകൊണ്ട് അവൾക്ക് കിട്ടിയ ഗുണങ്ങൾ എന്താണ്? 3 ഗുണങ്ങൾ. ഒന്ന്, കല്ലറയിലെ കൺഫ്യൂഷൻ മാറ്റിയത് അവളാണ്. കല്ലറയിലെ കൺഫ്യൂഷൻ എന്താ? ഒന്നാമത്തെ കൺഫ്യൂഷൻ, ശിഷ്യന്മാര് ഡെഡ് ബോഡി മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പട്ടാളക്കാർ പറയുന്നു. പട്ടാളക്കാരെടുത്തോണ്ട് പോയെന്ന് ഇവരും പറയുന്നു. യജമാനെ, നീ അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെ വെച്ചെന്ന് പറ. അപ്പൊ ഈ കല്ലറ ഒരു കൺഫ്യൂഷന്റെ കല്ലറയാണ്. ഇന്നലെ കൊണ്ടുവന്ന് 2 ദിവസം മുമ്പ് കൊണ്ടുവന്ന് ഡെഡ് ബോഡി വെച്ചു, ഇപ്പൊ കാണാനില്ല. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊരു കൺഫ്യൂഷന്റെ സ്ഥലമാണ്. പക്ഷെ ആശയക്കുഴപ്പത്തിന്റെ സ്ഥലത്ത് ഒരു വ്യക്തത കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ മടുത്തുപോകാതെ പ്രാർത്ഥനയോടെ നിന്നവളാണ്. ഈ ക്രിസ്തീയതയുടെ ആശയക്കുഴപ്പം വർഷങ്ങളായിട്ട് അവർക്കും ഇവർക്കും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നവന് ഒരു ആശയക്കുഴപ്പവും ഇല്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ എല്ലാം ക്ലിയറാ, എല്ലാം വ്യക്തമാ. ഒരു കാര്യം പോലും മനസ്സിലാകാത്തതില്ല കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. അവൾ കല്ലറയിലെ കൺഫ്യൂഷൻ മാറ്റി. 2, അവൾ ജീവിതത്തിൽ ആദ്യമായി ദൈവദൂതന്മാരെ കണ്ടു. ആദ്യം വന്നവർക്കൊന്നും കാണാൻ പറ്റിയില്ല, അവൾക്ക് കാണാൻ പറ്റി. 3ാമത്തെ കാര്യം, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടി. 4ാമത്തെ കാര്യം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ലോകത്തോട് സാക്ഷ്യം പറയാൻ ആദ്യ ചാൻസ് അവൾക്ക് കിട്ടി. കർത്താവിനെ അവസാനത്തോളം സ്നേഹിച്ച് എല്ലാവരും പിന്മാറിപ്പോയപ്പോഴും പിന്മാറാതെ സ്നേഹത്തോടെ പിന്തുടർന്ന ആ സ്ത്രീക്ക് കിട്ടിയ അവസരങ്ങൾ എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്ക്. അവൾക്ക് ആ കല്ലറയിലെ ആശയക്കുഴപ്പം മാറ്റാൻ സാധിച്ചു. അവൾക്ക് ദൈവദൂതന്മാരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി. അവൾക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ആദ്യം കാണാനുള്ള ഭാഗ്യം കിട്ടി. കർത്താവ് ഉയർത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വനിത എന്ന പേര് അവൾക്ക് ലഭിച്ചു. ഇന്നും ഈ സാധ്യത നിൽക്കുന്നു. കർത്താവിനെ സ്നേഹിച്ച് കൂടെ വരാൻ ആരുമില്ലെങ്കിലും കർത്താവിനെ പിൻപറ്റുന്ന നിനക്ക് വേണ്ടി ചില പ്രത്യേക നന്മകൾ, ചില പ്രത്യേക അനുഗ്രഹങ്ങൾ, ചില പ്രത്യേക വിടുതലുകൾ, ചില പ്രത്യേക ദർശനങ്ങൾ, ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ കർത്താവ് വെച്ചിട്ടുണ്ട്. സാധ്യതയില്ലാത്തടത്ത് ചില സാധ്യതകൾ ഉണ്ടാക്കി തരാൻ കർത്താവിന് കഴിയും. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ കരങ്ങളടിച്ചു പാടാം. സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം
ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഓ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഓ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഓ ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഓ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഓ നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം. ഇത്രത്തോളം നടന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന്
ശത്രുക്കളും മാറിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയവനെ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ പ്രവൃത്തിയിൽ വലിയവനെ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം എത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ തിരുവിതം ഇനിയും കൃപ തോന്നി കരുതിടണേ കർത്താവിനോട് സ്നേഹമെന്ന പകൽ വർദ്ധിപ്പിക്കണമേ. ജീസസ് നെയിം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രതീക്ഷ അസ്തമിച്ച ഒരു വിഷയം, പ്രതീക്ഷ അസ്തമിച്ച ഒരു വിഷയവുമായി ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുകയാണ്, കർത്താവിനെ സ്നേഹിച്ച് വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുക. പ്രതീക്ഷ അസ്തമിച്ചെന്ന് ആര് വേണമെങ്കിലും പറയട്ടെ, അവിടെയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. പ്രതീക്ഷ അസ്തമിച്ചെന്ന് ലോകം തീർത്തു പറയുമ്പോഴാണ് ദൈവത്തിന്റെ കൈ നിനക്ക് വേണ്ടി നീട്ടുന്നത്. ജീസസ്. 2 മാസം മുമ്പ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പാസ്റ്റർ ഫിലിപ്പ് രാത്രി എന്നെ ഫോൺ വിളിക്കുക, പാസ്റ്റർ എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വിഷമം വന്നു, ഹോസ്പിറ്റലിലേക്ക് പോവുക, പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, വളരെ അപകട നിലയാണ്, പലതരം പനികൾ ഇപ്പൊ കേരളത്തിലുണ്ട്, അതിലേതോ ആണ്, എല്ലാം തകർന്നിരിക്കുകയാണ്, രക്ഷപ്പെടുകയില്ല, മഞ്ഞപ്പിത്തത്തിന്റെ ലെവൽ വളരെ കൂടിയിരിക്കുന്നു. 1ാമത്തെ ആശുപത്രിയിൽ നിന്ന് 2ാമത്തെ ആശുപത്രിയിലേക്ക് പോയി, അടുത്ത 3ാമത്തെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പാവപ്പെട്ട ഒരു സഹോദരനാണ്. ഞങ്ങൾ പലരെ ഫോൺ വിളിച്ചു, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, മഞ്ഞപ്പിത്തത്തിന്റെ ലെവൽ വളരെ കൂടുതലാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ എല്ലാം വിളിച്ച് പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പറ്റുന്നവരെ മാത്രം, എമർജൻസി പ്രയർ. 1 മണിക്കൂർ ദൈവജനം പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റ് നടത്തിയപ്പോൾ പറഞ്ഞു, 12-ൽ നിന്ന ലെവല് പെട്ടെന്ന് 4-ലേക്ക് താന്നു. അപ്പം ഞങ്ങൾ സ്തോത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം ഫോണിൽ കൂടെ പറയുകയാണ്, പാസ്റ്റർ അത് അതിനേക്കാൾ അപകടമായിരിക്കുകയാണ്. അതെന്താ? ഡോക്ടർ പറയുന്നു അത്രയും പെട്ടെന്ന് താഴാൻ പാടില്ല, അത്രയും പെട്ടെന്ന് താന്നാൽ അത് വേറെന്തോ അസുഖമാണ്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, പ്രാർത്ഥനയുടെ ശക്തി അവർക്കറിയാത്തത് കൊണ്ടാണ് അവരത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഭയപ്പെടണ്ട, ഇത് ദൈവം ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷ തീർന്നെന്ന് പറയുന്നിടത്താണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. പ്രതീക്ഷ തീർന്നെന്ന് പറയുന്നിടത്താണ് ദൈവശക്തി വെളിപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന്മേൽ കൈവയ്ക്കുക, നിങ്ങളുടെ വിഷയത്തെ മനസ്സിലെടുത്തു പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ ഞങ്ങളെയൊക്കെ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. മനുഷ്യരെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ, സാമ്പത്തിക ഉയർച്ച താഴ്ചകളെ നോക്കാതെ, കർത്താവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകുവാൻ സമർപ്പിച്ചിരിക്കുന്ന ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകലിൽ കർത്താവിന്റെ കരം നീട്ടുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ.